എന്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ സമ്മതിക്കണം. അതായത് ദിക്കിൽ നിന്ന് വന്ന് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് രക്ഷയില്ല. അമ്മാതിരി അറ്റാക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് മൂർച്ചയേറിയ അറ്റാക്കുകൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ ടോപ്പ് റിവ്യൂമാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ അനീഷിനെതിരെ തന്നെയാണ്. അതായത് അനീഷിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആര്യനോ അല്ല അക്ബറോ അല്ലെങ്കിൽ ഷാനവാസോ ഇവരൊന്നും വിഷയമല്ല. അവർക്ക് ആകെയുള്ള ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലായിട്ടുള്ളത് അനീഷ് തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോളക്കെതിരെ ജാതിക്കാട് ഇറക്കുന്നു, അനുമോള് ഗുരുവായൂർ താലി കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അനീഷിനെതിരെ ജാതിക്കാട് ഇറക്കുന്നു എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഒരു കാര്യം പറയുന്ന കേൾക്കണം. അതായത് തരം താഴ്ന്ന കേസുകൾ കൊണ്ടുവരുന്നത് നിങ്ങളാണ്. നിങ്ങൾ പി ആറുകളല്ലേ തരം താഴ്ന്ന കേസ് കൊണ്ടുവരുന്നത്. ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോയും വെച്ചിട്ട് അനീഷിന്റെ പഴയ ഭാര്യ വന്നിട്ടുണ്ട്. പഴയ ഭാര്യ പറയുന്നത് കേട്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡിവോഴ്സും വാങ്ങിച്ചു, അവരുടെ നാനാഷ്ടവും വാങ്ങിച്ചു, അവര് കല്യാണവും കഴിച്ചു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടിപ്പോൾ അവർ വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഏതോ ഒരുത്തൻ അച്ചടിച്ച് വിട്ടിട്ട് ഏതോ എന്റെ ഫോട്ടോ വിട്ടിട്ട്, അത് മാത്രമല്ല നല്ല സുന്ദരിയായ യുവതിയാണ്. ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അനുമോളെക്കാട്ടി സുന്ദരി തന്നെയാണ് ആ സ്ത്രീ. പിന്നെ എന്തിനാണ് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെങ്കിലും പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആയുധങ്ങളും FIR കോപ്പി ചെയ്ത അനീഷ് തീർന്നു. എടോ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ടുപേര് ജീവിക്കാൻ വേണ്ടി കഴിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് ചെയ്യേണ്ട ഇതുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ അനുമോള കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് തന്നെ ചിലപ്പോൾ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അനുമോൾക്കോ അനീഷിനും ചിലപ്പോൾ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ആവും. അതുപോലെ അവർ കല്യാണം കഴിക്കാതിരിക്കാം, ഇല്ലെങ്കിൽ അനുമോള് വേറെ ആളെ കല്യാണം കഴിക്കാം. ഇതൊക്കെ സംഭവിക്കും. ഇത് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇതൊന്നും ഒരു വലിയ പ്രശ്നമാക്കിയിട്ട് എവിടുന്നോ ഏതൊരു യുവതിയുടെ ഫോട്ടോയും എടുത്തുകൊണ്ടുവന്ന് ഇതാണ് അനീഷിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ ഇതാണ് FIR കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. തരം താഴ്ന്ന കളി കളിക്കുകയാണ് ഇപ്പോൾ. ഈ അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കപ്പടിക്കാൻ പറ്റൂല മക്കളെ. അനുമോക്ക് കപ്പ് കിട്ടൂല, അനുമോക്ക് കപ്പ് കിട്ടൂല. അതായത് ഞാൻ പറയുന്ന കേൾക്ക്, അനുമോൾക്ക് കപ്പ് കിട്ടൂല, തീരെ കൊടുക്കൂല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ അനുമോൾക്ക് കപ്പ് കൊടുക്കൂല. ഇനിയും നിങ്ങൾക്ക് തെളിവ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ അനുമോള അടിയെ തേഞ്ഞു പോകും, അത് ഉറപ്പാണ്. അതായത് അനുമോള് എന്താ വെച്ചാൽ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അനുമോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അനുമോള് എന്നുള്ളതാണ്. ആരെ വേണമെങ്കിലും കരുവാക്കും. അതാണ് അനുമോളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതായത് അനുമോള് നല്ല കുട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, ഒരു നല്ല വ്യക്തിയല്ല. ഒരു നല്ല വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ പുതപ്പ് നീക്കി നോക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവൻ എന്ത് ചെയ്യും നോക്കിയേക്കാനോ, അല്ലെങ്കിൽ അവന്റെ വായ മണപ്പിക്കാനോ. ഇപ്പൊ അനുമോള് ഈ നെവിന്റെ വായ മണക്കുന്ന, അയാളെ ശരീരം മണക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ അനുമോളെ ശരീരം മണക്കുന്നുണ്ടാവില്ലേ? അനുമോളെ ശരീരം അനുമോള് ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ടാ? വേറെ ആൾക്കാർ അനുമോളോട് പറയുന്നത്, അനുമോളെ നിന്റെ ശരീരം മണക്കുന്നു, നിന്റെ വേർപ്പ് മണക്കുന്നതാണ്. അനുമോൾക്ക് എത്ര വിഷമമുണ്ടാകും? അതാണ് ഞാൻ പറയുന്നത്. അനുമോളക്ക് തകർക്കാൻ വേണ്ടിയിട്ട് അതോ ഞാൻ പറഞ്ഞേ, ഒരിക്കലും ഒരു നല്ല വ്യക്തിയല്ല അനുമോള്. അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, ആരെ വേണമെങ്കിൽ എന്തും പറയും. അങ്ങനെയാണ് അനുമോളുടെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു ഇതുമില്ല. കാരണം ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ അങ്ങനെ പറയുന്ന, പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നവർ ഒരാൾ പോലും നല്ല വ്യക്തികളല്ല. നമ്മളിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പലരും എന്ന് പറഞ്ഞാൽ പല സാഹചര്യത്തിൽ നിന്നും വരുന്നവരുണ്ടാവും. ചില ആൾക്കാർ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നവരുണ്ടാവും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പഴുപ്പിൻ്റെ ഇതിൻ്റെ വരുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും മുഖത്ത് നോക്കിയിട്ട് നമ്മൾ കൂട്ടുകാരോട് പറയടാ നിന്നെ മണക്കുന്നു, നിന്നെ നാറുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടുകാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെയാണ് ഈ അനുമോള് ചെയ്തിരിക്കുന്നത്. അനുമോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തകർക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും, ആരെ വേണമെങ്കിലും എന്തും പറയും എന്നുള്ളതാണ്. ആ ജിസൈലിനായാലും അതുപോലെ എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട് അനുമോള്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷിന്റെ പുറകെ അനുമോള് നടന്നിട്ടുണ്ട്. അനുമോൾക്ക് ചെറിയൊരു ക്രഷ് ഇപ്പോഴും ഉണ്ട്. ലാലേട്ടൻ ഇപ്പോഴും അത് പറയുമ്പോഴേ അനുമോളുടെ നാണം കാണണം. അനുമോൾക്ക് കൃത്യമായിട്ട് ആ ക്രഷ് ഉണ്ട്. അനുമോള് കല്യാണം കഴിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോഴും തേഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് വെളുപ്പിക്കാൻ നടക്കുന്നവരാണ്. അതുപോലെ അനുമോളുടെ വീട്ടുകാർക്കും പ്രശ്നമില്ല. അനുമോളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുക എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് മിക്കവാറും വീട്ടുകാരോട് ചോദിച്ചിട്ട് അനുമോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ വിവാഹം തന്നെയായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ആർക്കും മോശമായ ഒരു അഭിപ്രായമൊന്നുമില്ല, നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഈ അനീഷിനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളത്. ഇവിടെ പ്രശ്നമായിരിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് PR ടീമിനാണ് പ്രശ്നങ്ങൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഭയങ്കരമായിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കലാണ്. അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അയാളങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എവിടെ നിന്നല്ലോ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇനി വരും ദിവസങ്ങളിൽ അനീഷിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത്. അനീഷിനെതിരെ ഭയങ്കര പ്രശ്നം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും അതിൻ്റെ ഇടയിൽ എനിക്ക് സത്യാവസ്ഥകൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ നാട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതായത് എന്താണ് അനീഷിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് എന്ന് കേൾക്കണം. അതായത് ഇവിടെ ഒരുപാട് ആൾക്കാർ അനീഷിനെതിരെ, അതായത് ഈ നമ്മുടെ പൊതുജനങ്ങളൊന്നുമില്ല, അതായത് പ്രേക്ഷകരൊന്നുമില്ല, പ്രേക്ഷകരിൽ അനീഷ് സപ്പോർട്ടാ. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് അനീഷ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണ് നടന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ചെയ്ത നല്ല കാര്യം തന്നെയാണ്. അനുമോൾക്കും അതിൽ താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ അനുമോൾക്ക് താല്പര്യമില്ലാത്ത കേസൊന്നും അല്ല അനീഷ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് നല്ല താല്പര്യമുള്ള ഒരു കേസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്തോ കാരണത്താൽ എന്ന് പറഞ്ഞാൽ അനുമോൾ അപ്പോഴേ എഴുന്നേറ്റ് പോയി. അതുപോലെ ലാലേട്ടൻ ചോദിച്ചപ്പോഴേ അനുമോൾ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അനുമോളുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ അത് കൈപിടിച്ച് കൊടുക്കാൻ വരുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ PR നെഞ്ചത്ത് കിട്ടിയ ഒരു അടിയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. അതായത് ഇവർക്ക് കിട്ടിയൊരു അടി തന്നെയായിരുന്നു. ലാലേട്ടൻ പോലും ഇങ്ങനെ പറയണമെങ്കിൽ അതൊരു വലിയ ഒരു സംഭവം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് അനുമോളുടെ ഒരു ഭാഗ്യമാണ്. ചിലപ്പോൾ കപ്പിനെക്കാട്ടിയും വലിയ ഭാഗ്യമാണ് അനുമോളുടെയും അനീഷിന്റെയും ഒരു വലിയ ഭാഗ്യം തന്നെയാണിത്. ഏതായാലും അനീഷിനും ക്രഷിന്റെ അതുപോലെ തന്നെ അനുമോൾക്കും ഉണ്ട്. അത് അയാൾ തുറന്നു പറഞ്ഞു. പക്ഷെ അനുമോൾക്ക് അത് തുറന്നു പറയാൻ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്, വീട്ടുകാരെന്തു പറയും എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ വീട്ടുകാർ അനുകൂലമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ അനുമോള് വിവാഹം നടത്തും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമന്റോളികളുടെ കാര്യമാണ്. അതായത് അനീഷിനെതിരെ ഇവിടെ ഒരുപാട് കമന്റോളികൾ ഇല്ലാത്ത കമന്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നവർ, ഇല്ലാത്ത കമന്റ് ഇട്ട് വീഡിയോ എടുക്കും. അതാണ് ഇല്ലാത്ത കമന്റ് ഇട്ടിട്ട് ഇന്ന കമന്റ് ആണ് വന്നിരിക്കുന്നത് അതിനെതിരെ വീഡിയോ എടുക്കുക. ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഈ ജാതി കാർഡും മറ്റേ കാർഡും ഒന്നും ഇറക്കേണ്ട ആവശ്യമില്ല. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ താലി കിട്ടുന്നതിന് എന്താ ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന മാലയാണ്, അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ ഒരാളെയും കയറ്റത്തില്ല. ഉള്ളിൽ കയറ്റിയിട്ട് ഒരു ഇത് ചെയ്യുകയും ചെയ്യില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെ തകർക്കാനുള്ള വഴിയുമായിട്ട് ഒരുപാട് പേര് വരും എന്നുള്ളതാണ്. പലതരത്തിലുള്ള കിംവന്തികളും പലതരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. ഇനിയിപ്പോഴും നാളാന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെടുത്തിട്ട് ഇന്റർവ്യൂ വരെ ചെയ്യുമാർ, അതാണ് ഇത് അനീഷിന്റെ പിന്നെ എന്താ പറയേണ്ടത് ലൈന് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുവര്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമുക്കിപ്പോൾ 100 ദിവസമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. അല്ലാതെ ഈ PR മറ്റവരുടെയും മത്സരത്തിന് അവർക്കൊക്കെ കാശിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരാളെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ വീണെടുക്കുന്ന ഉരുണ്ട് കഴിഞ്ഞ് വെളുപ്പിക്കുക. കുറേ നാൾ മുമ്പ് ചില ആൾക്കാരൊക്കെ അനീഷിന് വേണ്ടിയിട്ട് സ്തുതി പാടിയവന്മാരാണ്. ഈ അവസാന ഘട്ടത്തിൽ എല്ലാവരും മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു അട്ടിമറി നടക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നന്ദി, നമസ്കാരം.